Hi all. Hi all. Hi all. നമ്മളിൽ പലരുമാണ് നിങ്ങളിൽ പലരുമാണ്. ഹായ് ഓൾ. നമുക്ക് എല്ലാവർക്കും പൊതുവേ ഉള്ള ഒരു ഇഷ്യൂ ആണ് നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ആങ്ഷ്യസ് ആവുക അല്ലെങ്കിൽ നെർവസ് ആവുക എന്നുള്ളത്. ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യാന്ന് പറഞ്ഞുതരാം. ബേസിക്കലി ഒളിമ്പിക് അത്ലീറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക് ഉണ്ട്. അവരുടെ അടുത്ത് ജേർണലിസ്റ്റുകൾ ആർ യു നെർവസ് ഓർ വെർ യു നെർവസ് എന്ന് ചോദിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യാം നോ ഐ എം എക്സൈറ്റഡ് ഓർ ഐ വാസ് എക്സൈറ്റഡ് എന്നുള്ള രീതിയിലാണ്. ഇങ്ങനെ പറയുന്നതുകൊണ്ടുള്ള വ്യത്യാസം എന്താ? നമ്മൾ നെർവസ് ആയിരിക്കുമ്പോഴും അതേപോലെ എക്സൈറ്റഡ് ആയിരിക്കുമ്പോഴും നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റിമുലൈ സെയിം ആണ്. നമുക്കൊരു ഹാർട്ട് ബീറ്റ്സ് ഇൻക്രീസ് ചെയ്യും, ഒരു സഡൻ ബേസ്റ്റ് ഓഫ് എനർജി കിട്ടും. അപ്പോൾ ഐ എം നെർവസ് എന്ന് പറയുമ്പോൾ എൻ്റെ ബ്രെയിൻ അതിനുള്ള റീസൺസ് തരും. എന്തൊക്കെ കാര്യങ്ങൾ റോങ് ആയിട്ട് പോകാം, ഉത്തരം ഞാൻ മറന്നുപോയാലോ, ഞാൻ പറയുന്നത് തെറ്റിപ്പോയാലോ, ആ രീതിയിലായിരിക്കും നമ്മുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്യുക. നമ്മളൊന്ന് ഫ്രീസ് ആകും. അതേസമയം ഐ എം എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നോക്കുക. ഐ എം എക്സൈറ്റഡ് ടു മീറ്റ് ദിസ് മെനി പീപ്പിൾ. ഇത്രയും ആൾക്കാരുടെ അടുത്ത് എനിക്ക് പ്രസന്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ ഐ എം എക്സൈറ്റഡ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവേ മാറും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് മാറും. നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റിമുലൈ സെയിം ആണ്, നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് മാറും. ഇന്റർപ്രറ്റ് ചെയ്യുന്നത് മാറുമ്പോൾ നമ്മുടെ ബ്രെയിൻ കൂടുതൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനങ്ങൾ ഇതിനെ കൺഫേം ചെയ്യുന്നുണ്ട്. ആരൊക്കെ ഈ ഒരു സഡൻ ബേസ്റ്റ് ഓഫ് എനർജി വരുന്ന സമയത്ത് അവരെ നെർവസ്നെസ്സിനെ എക്സൈറ്റഡ് ആയിട്ട് ലേബിൾ ചെയ്തോ അവർ ബെറ്റർ പെർഫോം ചെയ്യുന്നുള്ളത്, അവർ ബെറ്റർ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഇതുപോലെ ഫീൽ ചെയ്യുമ്പോൾ, നിങ്ങൾ നെർവസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് സേ ദാറ്റ് ഐ എം എക്സൈറ്റഡ്, അല്ലെങ്കിൽ ദിസ് ഇസ് എക്സൈറ്റിംഗ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ത്രില്ലർ റൈഡിലൊക്കെ കയറാൻ പോകില്ലേ, ഇപ്പം എന്താ പറയുക, വാട്ടർ തീം പാർക്കിലോ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു സഡൻ ബേസ്റ്റ് ഓഫ് എനർജി അല്ലേ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വി ആർ എക്സൈറ്റഡ് ആണ്. സെയിം മൈൻഡ് സെറ്റ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കും കൊണ്ടുവരാം. അത് പബ്ലിക് സ്പീക്കിംഗ് ആണെങ്കിൽ തിങ്ക് ദാറ്റ് യു ആർ എക്സൈറ്റഡ് ടു മീറ്റ് ദിസ് മെനി പീപ്പിൾ. നമ്മൾ ഇത്രയും പേരെ കണ്ട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കണം. യു ആർ എക്സൈറ്റഡ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഒരു ഇന്റർവ്യൂ കിട്ടുമ്പോൾ ഓക്കെ യു ഗോട്ട് എൻ ഇന്റർവ്യൂ, ഇത് അറ്റൻഡ് ചെയ്യാൻ ഐ എം എക്സൈറ്റഡ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ കൊണ്ടുവന്ന് നോക്കുക. You can easily tackle this anxiety or nervous issue. Thank you. See you next time.